എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അവിടെയൊക്കെ കൂടെ ഉണ്ട്, ഇങ്ങോട്ട് ഇല്ല, ഇവിടെ വരില്ല. അപ്പം ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. ഇനി റിസപ്ഷനിൽ പോയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും കൂടി ഗുഡ് മോർണിംഗ്. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകും. ഇവിടുന്ന് വണ്ടിയിൽ പോകണം നമുക്ക് അങ്ങോട്ട്. എത്രയുണ്ട് ദൂരം നടക്കാൻ. ഓല അതിലല്ലോ നടന്ന് കയറും. നമ്മളെ മുമ്പെത്തുന്നതിൻ്റെ എത്താൻ വണ്ടി ഓല് ഓടും. എൻ്റെ മക്കളും എൻ്റെ ഫ്രണ്ടും പോയിക്കോലും നടന്നതാണ്. അപ്പം ഞങ്ങളുടെ കാട്ടിൽ നേരത്തെ എത്തണം എന്നുള്ള രീതിയിൽ ഓലിപ്പോൾ കാണുന്നില്ല. പറഞ്ഞൂടെ ഒയിലാണ്ടി. മുട്ടക്കറി എന്തോട് കടലക്കറി. ഇവിടെ ആയിരുന്നു ഇടിയപ്പം, മുട്ടക്കറി, കടലക്കറി, ഇടിയപ്പം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുളിയും ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞ് അതേപോലെ താഴെ വന്നിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നല്ല വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ മൗണ്ടൻ വ്യൂ റിസോർട്ടിനോട് യാത്ര പറയുകയാണ്. നേരെ ചൂരൽമലയിലേക്ക് വിടാനാണ് വിചാരിച്ചത്. അവിടെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരൊക്കെ വരുവോളും ഞാൻ എല്ലാവരും പിള്ളേരും അരുണൊക്കെ ഡ്രസ്സ് മാറ്റി വരുവോളും ഞാൻ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇതും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് കയറി നോക്കിയാൽ മതി, കാണാം. ധാവണി എടുത്ത വേറെ ഒന്നുമല്ല കേട്ടോ. ധാവണി എടുത്തിട്ട് എനിക്ക് എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടതാണ്. ഓക്കെ, അങ്ങനെ ഇതേ ഒക്കെ റെഡിയായി. വെളിച്ചം കുറവാ. റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാ കേട്ടോ. ധാവണിയാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. വണ്ടി ഇതോ അവിടെയുണ്ട്. ഫുള്ളായിട്ടുള്ള ഒരു ഇത് കാണിച്ച ഇതാണ് കോസ്റ്റ്യൂം. ഇപ്പം ഇവിടുന്ന് യാത്ര പറയുകയാണ്. ഇലകളോടും പൂക്കളോടും മരങ്ങളോടും. ഇതാണ് ഞങ്ങളിൽ നിന്ന് റിസോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയാലുള്ള കുറച്ച് കാഴ്ചകളാണ്. കുറേ കുന്നും മലകളും ഒക്കെ ആയിട്ട് അവിടെ വൈകുന്നേരം ആകുമ്പോൾ കോട ഇറങ്ങും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ആ ഒരു ഭംഗിയെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കണ്ടറിയണമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ചൂരൽമലയിലേക്ക് യാത്ര തുടങ്ങി. ഒരുപാട് ഓടാനുണ്ടോയെന്ന് ചോദിച്ചാൽ ആ റിസോർട്ടിൽ നിന്ന് കുറച്ച് ഓടാനുണ്ടായിരുന്നു. പക്ഷെ നല്ല എന്താ പറയുക, മനസ്സൊന്ന് റിലീഫാവുന്ന രീതിയിലത്തെ സ്ഥലങ്ങളിലൂടെ ആട്ടോ പോയത്. രണ്ട് ഭാഗവും തേയിലത്തോപ്പാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു
സ്ഥലമാണ്. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്കൊരു വണ്ടിയൊക്കെ ഓടിച്ചൊന്ന് ഒരു ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി മുക്കാലും വിഷമങ്ങൾ അവിടെ തീരും കേട്ടോ. പക്ഷേ ഈ ഒരു സന്തോഷവും കാര്യമൊക്കെ ചൂരൽമലയിൽ എത്തിയപ്പോഴേക്ക് കാണിഞ്ഞു പോയി കിട്ടാടെ കണ്ടപ്പോൾ. അങ്ങനെ ചൂരൽമലയിലെത്തി ഓരോരോ ഭാഗങ്ങൾ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നി കേട്ടോ. ആ ഒരു പാലാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം എന്ത് പറയാനാണ്, നമുക്ക് നോക്കി നിൽക്കല്ല, അത് വേറൊരു വഴിയില്ലാത്ത ഒരു അവസ്ഥയിലാണല്ലോ. കുറേ ആയി ചൂരൽമല എന്ന് വന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെ പെരുന്നാൾക്ക് ഞങ്ങളിങ്ങനെ വയനാട്ടിലേക്ക് പോകുന്നതായിരുന്നു. അപ്പോൾ പെരുന്നാൾ പിറ്റേന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് വന്ന് കാണണം. എന്താ വെച്ചാൽ എൻ്റെ വീഡിയോൻ്റെ താഴെ ഫുള്ള് നെഗറ്റീവ് കമൻറ്റുകളും ഫുള്ള് വർഗീയതയും മാത്രമേ പറയുള്ളൂ. ഈ വീഡിയോ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അവരാണ് ഈ വീഡിയോ ഒന്ന് കാണേണ്ടതും കേൾക്കേണ്ടതും. ഒന്നിനും എന്താ പറയുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വർഗീയതയും ഈ നെഗറ്റീവ് പറയുന്നവരോടൊക്കെ പറയാനുള്ള എനിക്കെന്താണെന്നറിയോ, ദൈവം വല്ലാത്തൊരു പ്രകൃതക്കാരനാണെന്ന് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് നട്ടപ്പാതിരക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. സെൽഫി എടുക്കാതെ കാണാറുണ്ട്, റീൽസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ദൈവം വല്ലാത്തൊരു പ്രകൃതക്കാരനാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, നട്ടപ്പാതിര ഉറങ്ങുന്ന ഉറക്കത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ദൈവത്തിനൊന്നുമില്ലെങ്കിലും തരാനുള്ളത് എന്തോ തന്നു എന്ന് വെക്കുക. ആ തരാനുള്ളത് പകലെങ്ങാനായിരുന്നേ പകുതി ആൾക്കെങ്കിലും ഓടാനുള്ളൊരു സൗകര്യം ഏത് കണ്ണ് കാണെങ്കിലും ചെയ്യാനും. അതുപോലും കിട്ടാതെ എത്ര ആൾക്കാർ ഇങ്ങോട്ട് എന്താ എങ്ങനെയാന്ന് ചെയ്യാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ആയിപ്പോയില്ലേ. അപ്പോൾ ഈ അഹങ്കരിക്കുന്ന ആൾക്കാർ, അല്ലെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാർ, അതുമല്ലെങ്കിൽ ഈ വർഗീയത പറയുന്ന ആൾക്കാർ, നിങ്ങളാണ് മക്കളെ ഇതൊക്കെ കാണണ്ടേ. വല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. നിൽക്കുക വലിയ വലിയ വീട്. അതെ, ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ. മറ്റേ വ്യൂ പോയിന്റ് ഇട്ടതല്ലേ. ആ കാലിന് പറയാം. ഞാൻ കുറച്ച് നേരമായിട്ട് അപ്പം എന്നിട്ട് അങ്ങനെയാണ്. അപ്പം ഞാൻ പലരോടും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ആ ചെയ്ത സമയത്ത് പകലെങ്കിലും ഉരുൾപൊട്ടിച്ചൂടായിരുന്നു എന്ന്. പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറയല്ല കേട്ടോ, ഏതായാലും അത് കഴിഞ്ഞു. അതാണ് ഓ, അവിടുന്ന് ആ പൊട്ടിയത്. അത് കണ്ടോ? അയ്യോ, നെഞ്ചിൻ്റെ അകത്തുനിന്നൊരു പെടച്ചിൽ മക്കളെ, ഒരു താങ്ങാൻ പറ്റാത്തൊരു
വിഷമം. എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്നറിയില്ല. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം. വല്ലാത്ത ഇങ്ങോട്ട് വരുന്ന വഴികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്തൊരു ഭംഗിയാണെന്നറിയോ, എന്തൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഒന്നിനും പറ്റാത്തൊരു. ഇപ്പോഴും വെള്ളം ഇതില്ല, കുറേശ്ശെ ഒഴുകുന്നുണ്ട് കേട്ടോ. അതാ വെള്ളം ഒഴുകുന്നുണ്ട്. അന്ന് താൽക്കാലികമായിട്ട് നിർമ്മിച്ച പാലം ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പാലത്തിൻ്റെ മുകളിലാണ്. അഹങ്കരിക്കല്ല മക്കളെ, അഹങ്കാരം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതേപോലെ വർഗീയത പറയുന്ന പോലെ അവരൊന്നും ഇവിടെ തീർച്ചയായിട്ടും വരണം. ഈ പേര് പറയുന്നില്ല, വർഗീയത മാത്രം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ശരിക്കും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ദിവസം മുഴുവൻ ഇവിടെ നിർത്തണം. എന്നിട്ട് അവർക്ക് അവരുടെ വർഗീയത, അവരുടെ പാർട്ടീനെ പറ്റി പറയലൂ, അങ്ങനെ അതും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിട്ട് ഏത് പാർട്ടിയാണെന്നൊന്നും പറയില്ല, ചക്ക തന്നെയാണല്ലോ എല്ലാം. അപ്പോൾ ആ ചക്കയിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഈ വർഗീയത മാത്രം തുറന്ന വർഗീയത മാത്രം പറഞ്ഞു പോലെ ഒരു 2 ദിവസം ഇവിടെ കൊണ്ടുവച്ചിട്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് എന്നിട്ടും അവർക്ക് വർഗീയത പറയാൻ പറ്റുന്നുണ്ടേ പറയട്ടെ. പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഇങ്ങനെ പറയാ, ഒരുപക്ഷെ ഈ മണ്ണിൻ്റെ തൊട്ടിലൊക്കെ ഇപ്പോഴും ആരെങ്കിലും ഉണ്ടെന്നോ അല്ലെ ആരുടെങ്കിലും എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വല്ലാത്തൊരു തന്നെയല്ലേ. അങ്ങനെ ഞാൻ ചൂരൽ മലയിൽ വന്നു കണ്ടു. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു എനിക്ക്. അത്രയും കമൻറ്റുകളാണല്ലോ, നെഗറ്റീവ് കമൻറ്റുകളാണല്ലോ വരുന്നത്. അവരൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവിടെയൊക്കെ കണ്ട് നേരെ വീണ്ടും നാട്ടിലോട്ട് തിരിച്ചു കേട്ടോ. പോരുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു ജൂലൈ 30 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹോട്ടലിൽ നിന്ന്. പക്ഷേ അവിടെ തിരക്കായതുകൊണ്ട് വേറൊരു ഹോട്ടലിലാട്ടോ കയറിയത്. അവിടെയാണെങ്കിൽ അവരുടെ ബിഹേവിങ് ഒട്ടും ശരിയല്ല. പിള്ളേർക്കൊന്നും വെള്ളം കൊടുക്കുന്നേ ഇല്ല. അങ്ങനത്തെ ഒരു ഹോട്ടലാട്ടോ അത്. പക്ഷേ ഭയങ്കര അവർ 18 കൂട്ടവും പിന്നെ എന്താ പറയുക വെച്ചിട്ടുള്ളൊരു സദ്യ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ 18 പോയിട്ട് 8 പോലും ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ അതും കഴിച്ച് കുറച്ച് റീലെടുക്കാൻ വീണ്ടും ഇറങ്ങി കേട്ടോ. ഒരു തേയിലത്തോപ്പിൽ ഇറങ്ങിയതാണ്. അങ്ങനെ മോളെ വെച്ചിട്ട് ഒരു റീലൊക്കെ എടുത്തു. അവിടെ കുറേ നേരം ഇരുന്നു. അതേപോലെ വേറെ 1-2 റീലൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആടിപ്പാടിയാട്ടോ പോകുന്നത്. നല്ല സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സ്ഥലമാട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. അന്നപ്പോൾ വേറെയും കുറച്ച് ആൾക്കാർ ഒക്കെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. കുറ്റ്യാടി ചുരത്തിലെത്തിയ സമയത്ത് നല്ല കോടയുണ്ടായിരുന്നു, ലൈറ്റായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് അവിടെ ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികളൊക്കെ ബ്ലോക്കായി കുറച്ച് തോനെയായിട്ട് മഴ പെയ്യാനും തുടങ്ങി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കട്ടൻ ചായയും വരുമ്പം കുടിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അതാണ് ടൂർ വിശേഷങ്ങൾ.